ആദ്യം തന്നെ ഇന്നെനിക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റിയ എൻ്റെ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ. അപ്പം ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ ചക്കയെ പറ്റിയിട്ടാണ്. ചക്ക ഡെയിലി കഴിക്കുക, എത്ര കിട്ടിയാലും കഴിക്കുക. കാര്യം ചക്കയുടെ പുറത്തിലെ തൊലിയില്ലേ, അത് പൊടിച്ച് ഒരു ആയുർവേദ മെഡിസിനിൽ കയറി പോകുന്നുണ്ട്. കാര്യം അത്രയും ഇഫക്റ്റീവാണ് ചക്ക. എല്ലാത്തരം ചക്കയും കഴിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ പ്ലാവിലെ ചക്ക. ഞങ്ങളുടെ ഈ ആലപ്പുഴയിലാണെങ്കിൽ അപൂർവ സ്ഥലത്തേ ഉള്ളൂ ചക്കമരം. എന്നാലും ചക്ക ഉണ്ടായാലും അപ്പുറത്തുള്ളവർക്ക് മടിയാണ് തരാൻ. ഒരു അപൂർവ വീടുകളിലേ ഉള്ളൂ ചക്കയുള്ള നാടെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെ നാട് കറ്റാണമാണ്, കായംകുളം കറ്റാണം, മാവേലിക്കര ആ ഭാഗത്ത്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ചക്കയുണ്ട്. പിന്നെ എൻ്റെ അപ്പച്ചിയുടെ നാട് തൃശ്ശൂർ, മലപ്പുറം ആ ഭാഗത്തൊക്കെ ചക്ക ഇഷ്ടം പോലെയാണ്. പിന്നെ വെള്ളം കയറിയ ചക്ക കൊള്ളത്തുമില്ല അല്ലേ. ചക്കക്കുരു നമ്മൾ മുളകിട്ടൊക്കെ കഴിക്കുമ്പോൾ ചക്കക്കുരു മെഴുക്ക് പുരട്ടും, അങ്ങനെ ഒരുപാട് ഭയങ്കര ഇഫക്റ്റീവാണ്. അതിൻ്റെ ആ പുറത്തിലെ തോട് മാത്രം ഒലിച്ചാൽ മതി. അതിൻ്റെ പിന്നെ ആ പുറത്തിലെ വെള്ളത്തൊലി ഒലിച്ച് കളഞ്ഞിട്ട് മറ്റേ തൊലി ചുരണ്ടണമെന്നില്ല, മറ്റേ കാപ്പിപ്പൊടി കളറിലെ തൊലി. അത്രയും ഇഫക്റ്റീവാണ്. അപ്പോൾ ഗായ്സ്, കുറേ ദിവസം കൊണ്ട് ഞാനൊന്ന് ചക്ക കിട്ടണമെന്ന് ആഗ്രഹിച്ച്. അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ മനസ്സ് പോലെ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് അള്ളാഹു അത് നിറവേറ്റി തന്നു. അതിന് അള്ളാഹുവിനോട് ഞാൻ നന്ദി പറയുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് ഇന്ന് വീട്ടിൽ നിന്ന് അവിടെ ചക്ക കൊണ്ടുവന്നപ്പോൾ ഉമ്മയ്ക്ക് വയ്യ, എങ്കിലും ഉമ്മക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ചക്ക പച്ചയൊക്കെ കിട്ടിയാൽ പണ്ട് ഞങ്ങൾ പൊരിക്കുമായിരുന്നു, പിന്നെ അവിക്കും. നല്ല ചൂരയ അല്ലെങ്കിൽ മൂതയൊക്കെ കറി നല്ല മുളകിൽ വെച്ചിട്ട് ചക്കയും ചക്കക്കുരുവും കൂടി ഇട്ട് ഉടച്ച് ഭയങ്കര ടേസ്റ്റിയാണ്. മാഷാല്ലാ, ഹെൽത്തിയാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചപ്പോൾ ചമ്മന്നെ പഠിച്ചവനെ അൽഹംദുലില്ലാ. ആ ഒരു മാജിക്കാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് കിട്ടും. കഴിഞ്ഞ ദിവസം എൻ്റെ ക്യാഷ് കാണാതെ പോയി. 500 രൂപ വെച്ച സ്ഥലം ഞാൻ മറന്നു പോയെന്ന് പറയാം. അപ്പം നമുക്ക് പഠിച്ചവൻ അത് എവിടെയാണ് സ്ഥലമെന്ന് ഓർമ്മിപ്പിക്കും. അൽഹംദുലില്ലാ. മനസ്സറിയാതെ പലതും നമ്മളിൽ വന്നു ചേരും. അൽഹംദുലില്ലാ. എല്ലാം അള്ളാൻ്റെ നിമിത്തമാണ്. ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ ഏത് സമയത്തെത്തണമെന്ന് പഠിച്ചവൻ്റെ നിശ്ചയമാണ്. ഇപ്പോൾ എത്ര സമയമായി നോക്കട്ടെ, ഒരു സെക്കൻഡ്. 11:30. കാര്യം എനിക്ക് നിസ്കാരം ഓരോന്നിൻ്റെ പുറകെ നടന്ന്, കൊച്ചിന് പാല് കൊടുക്കണം, അതിൻ്റെ പുറകിലൊക്കെ നടന്ന് ഇബ്ലീസ് തന്നെ വട്ടം കറക്കും. വ്ലോഗ് എടുക്കണം, ചെയ്യണം, ഫുഡ് കഴിക്കണം, ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇബ്ലീസ് നമ്മുടെ കൂടെ എന്നാൽ ഒന്നും സമ്മതിക്കത്തില്ല നമുക്ക് നല്ലത് ചെയ്യാനും നല്ലത് പറയാനും. അപ്പോൾ ഞാൻ ഒരു സമയനാവും ചിലപ്പോൾ വ്ലോഗ് എടുക്കാൻ തന്നെ വരുന്നത്. അപ്പോൾ ഇബ്ലീസ് എന്നെ ഇട്ട് ചുറ്റിക്കും. കാര്യം ഞാൻ നല്ലത് പറയാനാണ്. പടച്ചവനോട് ഞാൻ എപ്പോഴും പറയും, പടച്ചവനെ എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ആളുകളുടെ മുന്നിൽ എന്നെ എത്തിക്കണമേ. അതുപോലെ നല്ല തലച്ചോറിൻ്റെ ഉടമകളെ എനിക്ക് എത്തിക്കണമേ. കാര്യം നെഗറ്റീവ് തലച്ചോറ് ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റുകളെ എഴുതി വിടത്തുള്ളൂ. പക്ഷേ അവർക്ക് ഒരുപാട് അറിവ് കാണും, എന്നെക്കാൾ അറിവാണ്. ഞാൻ വെറും 3-ാം ക്ലാസ്സും കുസ്തിയുമാണ് മദ്രസയിൽ. 30 മുസായിഫ് പോലും ഞാൻ കംപ്ലീറ്റ് ഓതിയിട്ടില്ല. പക്ഷേ എനിക്ക് പഠിച്ചവൻ അറിവ് തന്ന്, കഴിഞ്ഞ ജന്മമാണ് തന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ചക്കയെക്കുറിച്ചാണല്ലേ. ചക്ക ധാരാളം കഴിക്കുക. എല്ലാത്തരം ചക്കകൾ, ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ, ഇതെല്ലാം തന്നെ നന്നായിട്ട് കഴിക്കുക. ഓരോന്നിനും ഭയങ്കര ഹെൽത്തിയാണ്. വേറെ കെമിക്കലുള്ള ഒരു സാധനങ്ങളും കഴിക്കാതിരിക്കുക. നമ്മുടെ ശരീരം വെറുതെ നല്ലത് കളയരുത്. നല്ല പ്യുവർ ശരീരം കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. മനസ്സിലായോ? അതാണ് പറഞ്ഞു വരുന്നത്.
അപ്പോൾ വീട്ടിൽ നിന്ന് മാഷാ അല്ലാഹ് ചക്ക കിട്ടി. അപ്പോൾ ചക്ക ഇതിങ്ങനെ മറ്റേ കറി കാച്ചി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. കഴിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിപ്പോൾ ഒരു പാത്രം നിറച്ച് കിട്ടിയാലും ഞാൻ കുടിക്കും. അത്രയ്ക്ക് ഹെൽത്തിയാണ്, പവറിങ്ങാണ്. അല്ലാതെ എന്താ പറയുക, നമ്മുടെ ശരീരത്ത് ഈ ചക്കയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്ത് എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിനെ തുരത്തി കളയും. അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് ദൈവത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ ബ്ലോഗ് കാണുക ഫുള്ളായിട്ടെല്ലാം. അപ്പോൾ അള്ളാഹുവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. എനിക്കൊരു കൂട്ടുകാരങ്ങനെ ഇല്ല. അപ്പം പറഞ്ഞു വന്നത്, ചക്ക ധാരാളം കഴിക്കുക. അതിന് മധുരം രുചിയൊന്നും നോക്കിയിട്ടല്ല, ഹെൽത്തിയാണ്, സ്ട്രോങ് ആണ്. ചക്കയുടെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ ശമിപ്പിക്കും. പിന്നെ പ്രത്യേകം ക്യാൻസർ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്ത് അള്ളാഹു ഒരുപാട് അറകൾ തന്നിട്ടുണ്ട്. ഓരോ അറകളും സംരക്ഷിക്കാനുള്ള അത്രയും പവറുണ്ട് ഈ ചക്കയ്ക്ക്. ഓക്കെ, ചക്കക്കുരു. അപ്പം ചക്ക ഭയങ്കര ഹെൽത്തിയാണ്. എന്തൊരു അസുഖം നമ്മുടെ ശരീരത്ത് ഉണ്ടെങ്കിലും അതിനെ വളരാതെ വളച്ച് കളയും. മനസ്സിലായ? അതുപോലെ മലത്തിലൂടെ പുറന്തള്ളും. അപ്പം ഞാനിത് ഫുള്ള് കുടിക്കും. അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം മോൾക്കൊരു ലേസ് വാങ്ങിച്ചായിരുന്നു തൊട്ടടുത്ത കടയിൽ നിന്ന്. ലേസല്ല, എന്താണ്, ബഫാ. എനിക്ക് പണ്ടാരമൊന്നും ഇഷ്ടമല്ല. അപ്പം എൻ്റെ മോൾക്കിപ്പോൾ ശ്വാസം മുട്ടലാണ് ഇതൊക്കെ കഴിച്ചിട്ട്. ഈ കമ്പനികളൊക്കെ നമുക്ക് അടച്ചു പൂട്ടണ്ടേ? കാര്യം എൻ്റെ മോള് ഇപ്പം കിതച്ച് ഒരു അസുഖത്തിൻ്റെ വക്കിലെത്തി. ദൈവസത്യം, ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയപ്പം അതിനകത്ത് മറ്റേ ഊറാൻ കുത്തി ഒരു ചത്ത ഒരു പ്രാണി ഇരിക്കുന്നു. ആ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു, മേലെ കഴിച്ചു പോരുത്. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒന്നാണ്. 5 രൂപ 10 രൂപ കൊടുത്താൽ കിട്ടും. ബഫ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ കാണിച്ച് മക്കളെ വീഴ്ത്തും. ഒരിക്കലും ഒരു മക്കളും വീഴരുത്. കെമിക്കലാണ്. നമ്മുടെ ശരീരം ചീത്തയാവും, ക്യാൻസർ ഉണ്ടാവും. നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ നാരുകളും വേരുകളും അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ. ഞാൻ പറയാതെ തന്നെ, ഡെയിലി എന്നല്ല, അത് കഴിക്കണ്ട. അത് നമ്മുടെ ശരീരത്തിൽ കേടാണ്, കൊള്ളത്തില്ല. മക്കളൊന്നും അത് കഴിക്കരുത്. ആ പാക്കറ്റ് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചപ്പം അതിനകത്ത് ഇങ്ങനെ ചത്ത് കുത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇബിലീസ് എന്നെ ചുറ്റിച്ചു. ഞാൻ ബ്ലോഗ് അപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ച, പിന്നാവട്ടെ. പിന്നെ അത് കയറി ആകെ ഉറുമ്പൊക്കെ കയറി. അപ്പം നിങ്ങൾ വിചാരിക്കും ഉറുമ്പിനെ കയറ്റിയിട്ട് ഞാൻ വ്ലോഗ് ചെയ്യുന്ന. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് വ്യൂസ് വേണമെങ്കിൽ അവരെനിക്ക് മനസ്സറിഞ്ഞ് തരും, സപ്പോർട്ട്, സ്നേഹവും. അതുമാത്രം എനിക്ക് മതി. രണ്ടാമത്തെ കാര്യം, ഞാൻ സിനിമയൊന്നും കാണാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു സിനിമയുടെ മോളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഗം ഞാൻ കണ്ടായിരുന്നു. ദിലീപിൻ്റെ ഇപ്പോൾ ഇറങ്ങിയ സിനിമ. വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിങ്ങനെ നടന്ന് ഒരുപാട് വ്യൂസിനെ ഉണ്ടാക്കി. അപ്പോൾ ദിലീപ് പിന്നെ അവൾക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് വ്ലോഗ് ചെയ്ത് അവൾക്ക് എത്രയോ ലക്ഷങ്ങളായപ്പോഴത്തേക്കും വ്യൂസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഏതോ ഫുഡിൽ ഇൻഫെക്ഷൻ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഞാൻ പറയാതെ തന്നെ. സിനിമ കാണാത്ത വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ
അങ്ങനെ അവരെ കടക്കാരെ പരസ്യമായിട്ട് ഞാൻ നാണം കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കുള്ള വ്യൂസ് എനിക്കാണെങ്കിൽ അത് കിട്ടും. നിങ്ങൾ എന്നെ തോൽപ്പിച്ചാലും അൽഹംദുലില്ലാ റബ്ബുണ്ട്, പടച്ചോനുണ്ട്, ദൈവമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ.